ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കരങ്ങളിൽ സ്തോത്രം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ലോത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യം എന്താണ് 13:10 കാണുന്നുണ്ട്. സോദോം എന്താണ് താൻ തലപൊക്കി നോക്കുന്നു. അപ്പോൾ ഈ സോദം വളരെ ദൂരെ നിന്നാണ് ആശാൻ കാണുന്നത്. തലപൊക്കി നോക്കിയപ്പോൾ സോദം കാണുന്നുണ്ട്. എന്നാൽ 13:12 വായിക്കുമ്പോൾ സോദോമിനെ അടുത്തേക്ക് അല്പം താമസം മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആശാന് ഇങ്ങനെ സോദോമിനോട് അടുത്തടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സോദോമിനെ അടുത്തേക്ക് താനിപ്പോൾ താമസം മാറി തൻ്റെ ഉദ്ദേശം മുഴുവൻ എങ്ങനെയെങ്കിലും സോദോമിലെ എത്തിച്ചേരണം. അപ്പോൾ സോദോമിനെ അടുത്തേക്ക് താമസം മാറി. എന്നാൽ അവിടം കൊണ്ട് താൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. വീണ്ടും 14:12 വായിക്കുമ്പോൾ ഇപ്പോഴെ താന് സോദോമിൽ താമസമായി എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ സോദോമിൽ ഇപ്പോൾ താമസം താൻ ആയിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അതിൻ്റെ 19-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ചിലരൊക്കെ കനേഡിയൻസ് ആയി നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ സോദോമിനായി ലോത്തങ്ങ് സോദോമിനായി. കാര്യം അവിടുത്തെ കൾച്ചറുമായിട്ട് ഇടപെടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ അവിടുത്തെ ആളുകളെ താൻ സ്നേഹിക്കുവാൻ തുടങ്ങി. അവിടുത്തെ ആളുടെ വലിയ മേയറായിട്ട് ആ പട്ടണത്തിൽ താൻ ഹല്ലേലൂയ പല കാര്യങ്ങളെ ചെയ്യുവാൻ പട്ടണത്തിന്റെ വാതുക്കൽ കടന്നു വന്ന് താൻ ഇരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ താൻ ഒരു മേയറെ പോലുള്ള പൊസിഷനൊക്കെ അവിടെ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. അവിടുത്തെ കൾച്ചറൊക്കെ മനസ്സിലാക്കി ഒരു സോദോമിനെ പോലെ അവനായി എന്ന് പറയാം. ചിലരൊക്കെ കനേഡിയൻസ് ആകുമെന്ന് പറയും. കാര്യം പ്രിയമുള്ളവരെ, നമ്മൾ എവിടുന്ന് വന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കല്ലേ. നിനക്ക് വേണേ 50 വർഷം ഈ രാജ്യത്ത് ജീവിക്കാം. എന്നാൽ ഹല്ലേലൂയ നിന്റെ കുടുംബം ഏതെന്ന് നീ മറക്കല്ലേ. നിന്റെ അപ്പൻ ഏതെന്ന് നീ മറക്കല്ലേ. നിന്റെ അമ്മ ഏതെന്ന് നീ മറക്കല്ലേ. ഹല്ലേലൂയ. ഇവിടുത്തെ ആക്സിഡന്റിലൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷ് പറയുവാൻ സാധിക്കും. കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം പറയുന്നത് അയ്യോ അവരിവിടെ ജനിച്ച പിള്ളേരാ, അവർ ഇന്ത്യയിൽ പോയാൽ അവരവിടെ സർവൈവ് ഒന്നും ചെയ്യത്തില്ല. കാര്യം അവിടുത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അസുഖങ്ങളുണ്ടാകും. കാര്യം മക്കളെ അങ്ങ് കനേഡിയൻസ് ആക്കുകയാണ്. നീ എത്രമാത്രം അവരെ കനേഡിയൻസ് ആക്കുമോ? ഒരു കാര്യം പറയട്ടെ, ലോത്ത് ചെയ്യുന്നത് പോലെ നമ്മളൊരു പരാജയത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം ഒരിക്കലും നമ്മൾ മറന്നു പോകല്ലേ. ഇവിടെ ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അപ്പോൾ ഈ ലോത്ത് അവിടെ ചെന്ന് സോദോമ്യനായിട്ട് അവിടെ ജീവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ലോത്തിന്റെ ഏറ്റവും വലിയ പരാജയം ഇന്നലകളുടെ നന്മകളെ മറന്നെന്നുള്ളതാണ്. എനിക്ക് ഓർമ്മയുള്ളതായ എൻ്റെ ഒരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ ബിൽ കാഫി എന്നാണ്. ഡാളസിൽ ഞാൻ ഒരു വിദ്യാർത്ഥിയായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം മിക്കവാറും ഈ ക്രിസ്മസിൻ്റെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം ഇദ്ദേഹം വായിക്കാൻ തുടങ്ങും. ഏതാണ്ട് 24 വാക്യമുള്ളൂ ഈ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം മുതൽ അങ്ങോട്ട് തുടർന്ന് അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, പിന്നെ അങ്ങോട്ട് പിന്നെ യാക്കോബ് തൻ്റെ മൂത്ത മകന് യഹൂദയെ ജനിപ്പിച്ചു. ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞ് വന്ന് ഒടുവിൽ പറയുന്നത് ഇങ്ങനെയാണ്: യാക്കോബ് മറിയുടെ ഭർത്താവായ ജോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു എന്ന് പറയുവാൻ വേണ്ടി ഇദ്ദേഹം ഇത്രയും ഭാഗങ്ങൾ വായിക്കും. ഒരു 14 തലമുറകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 42 പേരുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, ഈ പാസ്റ്ററിന് ഇതേ ഉള്ളൂ വായിക്കാനായിട്ട്. ഈ ക്രിസ്മസിന് വേറൊരു ഭാഗമൊക്കെ എടുത്ത് വായിച്ച് എന്തെങ്കിലും പറയേണ്ടതിന് പകരം ഈ ജീനിയോളജി ഈ ആളുകളുടെ വായിക്കൊള്ളാത്ത പേരല്ല ഈ മനുഷ്യൻ പറഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എന്തുകൊണ്ട് എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ അവിടെ അങ്ങ് ഇരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതാണ്, വേറൊരു ഭാഗമൊക്കെ എടുത്ത് വായിച്ച് എന്ത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം വായിച്ചതിന് ശേഷം ഈ മനുഷ്യനെ എഴുന്നേറ്റ് ഒരു കാര്യം പറഞ്ഞു:
പൂവൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എന്നാൽ ഒരു പൂവ് കയ്യിൽ വരുമ്പോൾ വളരെ ഭംഗിയായി വളരെ സന്തോഷമാണ് നിങ്ങൾക്ക്. ആ പൂവിനെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വെക്കും. എന്നാൽ ആ പൂവ് എങ്ങനെ കടന്നു വന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഈ പൂവിൻ്റെ പിന്നിൽ എന്തുമാണ്? ഒരു തണ്ടുണ്ടായിരുന്നു, ഇലയുണ്ടായിരുന്നു, വേരുണ്ടായിരുന്നു, ഇതിന് വെള്ളം ഒഴിച്ചവരുണ്ടായിരുന്നു, ഇതുപോലെ ഇതിന് വളമിട്ടവരുണ്ടായിരുന്നു. എന്നാൽ പൂ നമ്മുടെ കയ്യിൽ വന്നപ്പോൾ എന്തുമാണ്? നമ്മൾ ഇതിന് പിന്നിലുള്ള പലതിനും നമ്മൾ എന്തുമാണ്? മറന്നു പോകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഈ 42 പേരുടെ പേര് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നി. ഈ 14 തലമുറകളുടെ പേര് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ബോറിംഗ് ആയി തോന്നി. എന്നാൽ ഈ 14 തലമുറകളെയും ഈ 42 പേരെയും എന്തുമാണ്? യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെ ഒരിക്കലും മറക്കുവാൻ ഒക്കത്തില്ല. അവരിവിടെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഈ പേരൊക്കെ വായിച്ചപ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എത്ര സന്തോഷിച്ചേനെ അവരെ. കാര്യം അവരെ മറന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എന്തുവാണ്? പെട്ടെന്ന് എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങ് ചേഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞു, കർത്താവേ സോറി പാസ്റ്റർ ബില്ലിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചതിൽ ഒരു വലിയ യാഥാർത്ഥ്യമാണല്ലോ ഈ മനുഷ്യൻ പറഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പലപ്പോഴും എന്തുവാണ്? നമ്മളെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളും എന്തുവാണ്? ലാഭങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തുവാണ്? നമുക്ക് സന്തോഷമാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രവർത്തിച്ചവരെയൊക്കെ എന്തുവാണ്? പലപ്പോഴും നമ്മൾ മറന്നുപോകും. ഇവിടെ ലോത്തിന് ഒത്തിരി സമ്പത്തൊക്കെ കിട്ടി. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു അബ്രഹാം ഉണ്ടായിരുന്നു എന്നുള്ളതായ ആ വലിയ യാഥാർത്ഥ്യം എന്തുവാണ്? കുറച്ചൊക്കെ സമ്പത്ത് കൂടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തുവാണ്? ഹല്ലേലൂയ, കുറച്ചുകൂടെ വെട്ടിപ്പിടിക്കണം, എനിക്ക് കുറച്ചുകൂടെ ഉണ്ടാക്കണം എന്നുള്ളതായ ആ ചിന്ത എന്തുവാണ്? കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്തുവാണ്? അവന് ഇന്നലകളുടെ നന്മകളെ മറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ, കഴിഞ്ഞ വർഷങ്ങളിലെ, ഇന്നലകളിലെ നമ്മുടെ കർത്താവ് ചെയ്തായ നന്മകളെ ഒരിക്കലും മറക്കല്ലേ. നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 19-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കാം. 19-ന്റെ 1-ാം അധ്യായം. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പീൻ. കാലത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് വഴിക്ക് പോകുകയും എന്ന് അവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിസിറ്റേഴ്സ് വരുന്നു. അവരെ ഇദ്ദേഹം എന്തുവാണ്? കയറ്റി എന്തുവാണ്? തൻ്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നു. അതിനുശേഷം നമുക്കറിയാം പുറത്തോട്ട് എന്തുവാണ്? താനെ കടന്നു വന്ന് വാതിലൂടെ പറയാണ്, ഞാൻ അവരെ ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ്, ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് എന്തുവാണ്? ഒടുവിൽ വാതിലൊക്കെ എന്തുവാണ്? അടയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ ഈ ലോത്തിൻ്റെ കുടുംബത്തിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം എന്തുവാണ്? ഈ വേദവസം പഠിക്കുമ്പോൾ ഈ ലോത്തിൻ്റെ 2 പെൺമക്കളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പിഴച്ച 2 പെൺമക്കൾ എന്തുവാണ്? ഈ വേദവസത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കില്ല. അത്രമാത്രം പിഴച്ച 2 പെൺമക്കളെ എന്തുവാണ് നമുക്ക് ഈ വേദവസത്തിന്റെ പേജുകൾ കാണുവാൻ സാധിക്കുന്നത്? ലോത്തിന്റെ മക്കളായിരുന്നു കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന് നല്ലൊരു കാര്യം നമുക്ക് വായിക്കാം. അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാരെ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരിക എന്ന് അവരോട് പറഞ്ഞു. ലോത്ത് വാതുക്കൽ അവരുടെ അടുക്കൽ പുറത്ത് ചെന്ന് കതക് അടച്ചു. എന്നിട്ട് പറയാണ്, സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുത്. എന്നിട്ട് പറയാണ്, പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്, അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം. നിങ്ങൾ ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുവീൻ. ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുത്. അപ്പോൾ കടന്നു വന്ന പുരുഷന്മാരെ എന്തുവാണ്? ഒന്നും ചെയ്യല്ലേ, എൻ്റെ മക്കളെ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നേക്കാമെന്ന് പറയുന്നതായ ഹല്ലേലൂയ അപ്പനെയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം എന്തുവാണ്? ഈ ലോത്ത് അതമ്പതിച്ചു എന്നുള്ളതാണ്.
അവൻ്റെ കുടുംബത്തിൻ്റെ അധപ്പതനം നോക്കിക്കേ. അവൻ്റെ ഭാര്യയ്ക്ക് പോലും എന്തുവാണ് ഒരു വാക്ക് പറയുവാൻ ഒക്കുന്നില്ല. ഒരു 2 പെൺപിള്ളേർ ഒരു വീട്ടിലുണ്ടെങ്കിൽ എന്തുവാണ് അമ്മയായിരിക്കും എന്തുവാണ് പലപ്പോഴും എന്തുവാണ് അവരെ കാക്കുന്നതും നോക്കുന്നതും അവരെങ്ങനെയായിരിക്കും എന്നുള്ളതായ വെൽഫെയർ പലപ്പോഴും എന്താണ് അമ്മമാരാണ് പെൺമക്കളെ കുറിച്ച് പ്രത്യേകിച്ച് നോക്കുന്നത്. എന്നാൽ അവിടെ ലോത്തിന്റെ ഭാര്യ ഒന്നും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. വളരെ സൈലന്റ് ആയിട്ടാണ് ലോത്തിന്റെ ഭാര്യ അവിടെ ആയിരുന്ന. കാര്യം ഇദ്ദേഹം ഒറ്റയാനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എല്ലാം പറയുക, സ്വന്തമായിട്ട് എല്ലാം തീരുമാനിക്കുക. അതുകൊണ്ടല്ലേ ഇദ്ദേഹം ഇറങ്ങി പ്രത്യേകിച്ച് ദൂതൻ കടന്നു വന്ന് കൈക്ക് പിടിച്ച ഈ ലോത്തിനെയും ഭാര്യയെയും മക്കളെ ഇറക്കി ഓടിപ്പൊയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു രക്ഷപ്രാപിക്കുവാന് ഓടിപ്പൊക്കോ എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടുമ്പോൾ നമ്മൾ അതിന്റെ 19:26 വായിക്കുന്നത്, ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. അവിടെ ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് എന്തുവാണ് നോക്കി. വാസ്തവത്തില് ഈ ലോത്തിന്റെ ഭാര്യയുടെ പേര് പോലും അവിടെ പറയുന്നില്ല. ആരെങ്കിലും ലോത്തിന്റെ ഭാര്യയുടെ പേര് അറിയാമോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും പറയാൻ ഒക്കുമോ? പറഞ്ഞാൽ നല്ലതായിരിക്കും. ഹല്ലേലൂയ. ലോത്തിന്റെ ഭാര്യയുടെ പേര് പോലും അവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ ലോത്തിന്റെ മക്കളുടെ പേര് അവിടെ പറയുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ അത്ര ഇമ്പോർട്ടൻ്റ് എന്തുവാണ് ലോത്തിന്റെ ഭാര്യയ്ക്കും കൊടുത്തിട്ടില്ല എന്ന് നമുക്ക്. അപ്പോൾ ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് എന്തുവാണ് തിരിഞ്ഞു നോക്കി. അപ്പോഴേ ഇദ്ദേഹം ചിലപ്പോൾ ഒരു 80 മൈൽ സ്പീഡിലൊക്കെ ഓടിക്കാണും. പെൺപിള്ളേർക്ക് ഇച്ചിരി ആരോഗ്യവും ഒക്കെ ഉള്ളത് കൊണ്ട് അവളുമാരും എന്തുവാണ് അപ്പന്റെ പുറകെ എന്തുവാണ് വെച്ച് പിടിച്ചു കാണും. എന്നാൽ ഈ ഭാര്യ എന്തുവാണ് പിന്നിലായി. എന്നാൽ പിന്നിലായിട്ടും ഇദ്ദേഹം ഒരു ഒറ്റയാനെ ആയതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് എന്തുവാണ് ആ ഭാര്യയുടെ കൈയൊക്കെ ഒന്ന് പിടിച്ച് അവള് പുറകിലാണല്ലോ, അവളെ പോയി ഒന്ന് പിടിച്ച് അവിടെ കൂടെ നടക്കാം, അവളെ നമുക്ക് കളയാൻ ഒക്കത്തില്ല എന്നുള്ളൊരു ചിന്തയിൽ എന്തുവാണ് ഒന്ന് തിരിഞ്ഞു നോക്കി പിന്നിലായ ഭാര്യയെ ഒന്ന് നോക്കാതെ ഒന്ന് കരുതാതെ എന്തുവാണ് ഒരു കൈ കൊടുക്കാതെ എന്തുവാണ് ഈ ലോത്ത് ഓടുകയാണ്. അങ്ങനെ ഓടിയതായ ലോത്തിനെ നമുക്ക് അപ്പോഴേ കുടുംബത്തെ നോക്കിയില്ല, കുടുംബത്തെ ശ്രദ്ധിച്ചില്ല, അവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒറ്റയാനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഒറ്റയാനായിരിക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കർത്താവാണ് ഭാര്യയെ തന്നത്, കർത്താവാണ് കുഞ്ഞുങ്ങളെ തന്നത്, കർത്താവാണ് വല്യപ്പനെ തന്നത്, കർത്താവാണ് വല്യമ്മയെ തന്നത്, കർത്താവാണ് അങ്കിളിനെ തന്നത്, കർത്താവാണ് ഹല്ലേലൂയ ആന്റിമാരെ തന്നത്, കർത്താവാണ് ബന്ധങ്ങൾ തന്നത്. അപ്പോഴേ ഈ ബന്ധങ്ങളെ ഒന്നും എന്തുവാണ് നമ്മൾ മറക്കരുത്, അതിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ, അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പോഴേ ഈ ലോത്തിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിന് അവന് വലിയ പ്രാധാന്യം ഒന്നും കൊടുത്തില്ല. എന്നാൽ അവൻ്റെ കുടുംബത്തിന് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാതെ ഇരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവനായി നശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തലമുറയെ കുറിച്ച് പഠിക്കുമ്പോൾ 19 അവസാനം വായിക്കുമ്പോൾ അപ്പനാല് ഗർഭം ധരിച്ചതായ 2 പെൺമക്കളെ, അതിൽ നിന്ന് 2 ജാതികൾ ഉണ്ടാകുന്നു. മോബാബ് എന്ന് പറയുന്നതായ ഒരു ജാതി, അതുപോലെ അമ്മോന്യർ എന്ന് പറയുന്നതായ ഒരു ജാതി. ഈ 2 ജാതികൾ എന്തുമാണ് ഇസ്രായേൽ മക്കളോട് എന്നും അവർക്ക് യുദ്ധമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോഴേ വാസ്തവത്തിൽ എന്തുവാണ് വളരെ ശോചനീയമായി അവസാനിച്ചതായ പരാജയപ്പെട്ടതായ ദുരന്തങ്ങളുടെ ഉടമയായി തീർന്നതായ ഒരു ലോത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തുടങ്ങി ആരംഭം എന്തുവാണ് ലോത്തിന്റെ നല്ലതായിരുന്നു. നല്ല ഒരു മനുഷ്യനോട് കൂടിയാണ് ഈ ലോത്ത് ഇറങ്ങിത്തിരിച്ചത്. വിശ്വാസ ജീവിതം താൻ കണ്ടവനാണ്. യാഗപീഠങ്ങള് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പണിതത് അബ്രഹാം ചെയ്യുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്, ആരാധിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദം ഹല്ലേലൂയ അബ്രഹാം കേട്ടത് ഈ നെഫീനോട് അല്ലെങ്കിൽ ഈ ലോത്തിനോട് പല പ്രാവശ്യം പറഞ്ഞു കാണും. യാത്രയിൽ എന്തോലൊക്കെ പറയാൻ വേണ്ടായേ പറഞ്ഞു കാണും. നീ അറിയാമോ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിനു മുമ്പ് ദൈവം എന്നോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചത് എന്നൊക്കെ അബ്രഹാം തന്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഈ ലോത്തിനോട് പറഞ്ഞു കാണും. എന്നാൽ ഈ അനുഭവങ്ങളൊക്കെ കേട്ടവൻ കണ്ടവന് അറിഞ്ഞവൻ ഹല്ലേലൂയ ദൈവത്തെ മറക്കുന്നു. ആ അബ്രഹാമിനെ മറക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ നല്ല ആരംഭം, എന്നാൽ വളരെ ശോചനീയമായി അവസാനിച്ചതായ ലോത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇന്നലത്തെ അബദ്ധങ്ങൾ എന്തുവാണ്, ഇന്നത്തെ നമ്മുടെ ടീച്ചേഴ്സ് നല്ല അധ്യാപകനായി തീരണം. ഇന്നലെ നമ്മുടെ പരാജയം ഇന്ന് അതിനെ തിരുത്തി എന്തുവാണ് ആ പരാജയത്തെ നമുക്ക് ജയമാക്കി തീർക്കുവാൻ സാധിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു നമ്മുടെ പരാജയങ്ങളെ
ജയിപ്പിക്കുവാനായിട്ട്, നമ്മുടെ പരാജയങ്ങളെ മാറ്റി എന്തുവാണ് നമ്മളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി ഹല്ലേലൂയ നമ്മുടെ പരാജയങ്ങളെ പൂർണ്ണമായി മാറ്റി ഹല്ലേലൂയ നമ്മളെ ജയിക്കുന്ന ഇവരുടെ കൂട്ടത്തിലെ ആക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമ്മുടെ പരാജയങ്ങളൊന്നും എന്താണ് അവസാനമല്ല. നിന്റെ ഹല്ലേലൂയ തെറ്റുകളൊന്നും അവസാനമല്ല. നിന്റെ പരാജയങ്ങളൊന്നും അവസാനമല്ല. നിന്റെ കുറവുകളൊന്നും അവസാനമല്ല. അതുകൊണ്ട് ഞാൻ അവസാനിക്കുകയില്ല. എൻ്റെ കർത്താവ് എന്തുവാണ് ഒരു സമയം കൂടെ എനിക്ക് തരുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എല്ലാവർക്കും എന്തുവാണ് ഒരു രണ്ടാം അവസരം കൊടുക്കുന്നുണ്ട്. ഒരു യോനയ്ക്ക് രണ്ടാം അവസരം കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോന അവിടെ നമുക്കറിയാം മത്സ്യത്തിന്റെ വയറ്റില് കിടന്നുകൊണ്ട് അയ്യം വിളിക്കുകയാണ്. എന്നാൽ ഒരു രണ്ടാം അവസരം കൊടുത്തപ്പോൾ എന്തുവാണ് ആ നിലവിലേക്ക് കടന്നു പോകുവാൻ എന്തുവാണ് അവൻ തയ്യാറായി. ഒരു രണ്ടാം അവസരം എന്തുവാണ് ദൈവം തൻ്റെ മക്കൾക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരവസരമല്ല, രണ്ടവസരമല്ല, മൂന്നവസരമല്ല, അനേക അവസരങ്ങൾ കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു ഈ ലോത്തിനോട് ദൈവം ഒത്തിരി സംസാരിച്ച് കാണും, ഒത്തിരി ഇടപെട്ട് കാണും. എന്നാൽ അവിടെ ഒന്നും എന്തുവാണ് അവൻ്റെ പരാജയം എന്തുവാണ് അവൻ മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും എന്തുവാണ് അല്പം കൂടി ഉണ്ടാക്കണം, അല്പം കൂടെ വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കന്നുകാലികളുടെ വർധനവ് മാത്രമേ അവൻ ശ്രദ്ധിച്ചുള്ളൂ. എന്നാൽ അവൻ്റെ ആ ചുമതലകൾ അവൻ മറന്നു. അവൻ്റെ കുടുംബത്തോടുള്ളതായ ചുമതല മറന്നു. അവൻ്റെ കുഞ്ഞുങ്ങളുള്ളതായ ചുമതല മറന്ന് ഒടുവിൽ പരിതാപകരമായി എന്തുവാണ് ആ മനുഷ്യനെ അവസാനിക്കാനിടയായി തീർന്നു. ഇന്ന് പൽക്കാലം ഒരു നല്ല പാഠം കർത്താവ് നമ്മളോട് പറയാണ്, തരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പരാജയപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ജയിച്ചവരുടെ കൂട്ടത്തിൽ ആയിരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഇന്ന് പൽക്കാലം ഒന്ന് വിട്ടുകൊടുക്കാം, കണ്ണുകടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എത്ര പേര് ആഗ്രഹിക്കുന്നു എനിക്കൊന്ന് ജയിക്കണം, എനിക്കായി ജയിച്ചവരുടെ കൂട്ടത്തിലാകണം. ഹല്ലേലൂയ. പരാജയപ്പെട്ട് ഹല്ലേലൂയ അങ്ങനെ അവസാനിക്കുവാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു ആ ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നായി തീരുവാനായിട്ട്? പരാജയപ്പെട്ട ഒത്തിരി പേരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അവരുടെ പരാജയങ്ങളെ ഇന്ന് പൽക്കാലം നമുക്കൊരു പാഠമായി ഏറ്റെടുക്കാം. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ ഇന്നലത്തെ നമ്മുടെ മിസ്റ്റേക്സ് ഇന്ന് ഒരു അധ്യാപകരായി തീരട്ടെ, നമുക്കൊന്ന് ഏറ്റെടുക്കാം. ലോത്ത് പരാജയപ്പെട്ടതുപോലെ ചിലപ്പോൾ നീ പരാജയപ്പെട്ടില്ലായിരിക്കാം. എന്നാൽ ഒരു പരിധിവരെ ചില പരാജയങ്ങളെ നമ്മളെ തന്നെ നോക്കുമ്പോൾ എനിക്കൊന്നിനൊക്കെ കാണുവാൻ സാധിക്കും. എന്നാൽ ആ പരാജയങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുമോ? ആ പരാജയങ്ങളെ ഒന്ന് നികത്തുവാൻ നമ്മൾ തയ്യാറാകുമോ? ആ പരാജയങ്ങളെ കണ്ടുകൊണ്ട് ഒന്ന് ഉണരുവാൻ ഞാൻ നീ തയ്യാറാകുമോ? ഇന്ന് പൽക്കാലം ആ പരാജയങ്ങളെ കണ്ടുകൊണ്ട് നീ ഒന്ന് ഉണരുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്നെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുവാനായിട്ട് നീ ഒരു സ്റ്റെപ്പ് എടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്റെ പരാജയത്തെ കംപ്ലീറ്റ് തുടച്ചു മാറ്റി നല്ല ഒരു അന്ത്യം പ്രാപിക്കുവാനായിട്ട് ആ നല്ല ഓട്ടം ഓടി പൗലോസ് പറഞ്ഞത് ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു പറഞ്ഞതുപോലെ നിനക്ക് ഓടി ഓട്ടക്കളത്തിൽ എന്തുവാണ് അവസാനിക്കുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ പരാജയപ്പെട്ട് അവസാനിക്കാതെ ജയത്തിന്റെ പാട്ടുകൾ പാടി അവസാനിക്കുവാനായിട്ട് എന്നെ തന്നെ വിട്ടുതരുന്നുവെന്ന് ഇന്ന് പൽക്കാലം എത്ര പേര് പറയും? താങ്ക് യു ജീസസ്. നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് പൽക്കാലം നമ്മളെ കേൾപ്പിച്ചതായ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഇന്ന് പൽക്കാലം അതെന്റെ നിന്റെ തീരുമാനമായിരിക്കട്ടെ. ലോത്ത് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പരാജയം ഒരിക്കലും സംഭവിക്കുകയില്ലായിരുന്നു. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ഏത് വില കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ ഒരു ഭാര്യമാരും എന്തുവാണ് നഷ്ടപ്പെട്ടു പോകല്ലേ, ഒരു ഭർത്താക്കന്മാരും നഷ്ടപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ. ഒരു കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു പോകല്ലേ, ഒരു കുടുംബവും നഷ്ടപ്പെട്ടു പോകല്ലേ. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ നമ്മൾ ഇന്ന് പോൽക്കാലം ഇവിടെ ആയിരിക്കുന്ന പോലെ തന്നെ ഹല്ലേലൂയ കുടുംബമായിട്ട് നമ്മുടെ കർത്താവിന്റെ വരവ് താമസം വെക്കുന്നുവെങ്കിൽ അവിടെ ചെല്ലുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിന് കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. ആ നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിച്ച് ഹല്ലേലൂയ അവസാനിക്കും ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് ഒരു പ്രത്യേക കൃപ എന്തുവാണ് നിന്റെ മേൽ തരും, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അയക്കും, നിന്റെ കുടുംബത്തിന്മേൽ അയക്കും. ഹല്ലേലൂയ. പരാജയങ്ങളെ മാറ്റി വിജയത്തിലേക്ക് കർത്താവ് എന്നെ നിന്നെയും കൊണ്ടുവരും. ഇന്ന് പൽക്കാലം കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതായ അങ്ങയുടെ നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പലരുടെയും പരാജയങ്ങൾ കർത്താവ് ഞങ്ങളുടെ വചനത്തിൽ കർത്താവ് ഞങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അത് ഞങ്ങളെ ഉണർത്തുന്നതിനായി സ്തോത്രം. അതിന് ചില പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി കർത്താവ് ഞങ്ങളൊക്കെ നന്ദി പറയാണ്. കർത്താവ്
ഞങ്ങൾ ഞങ്ങളുടെ കുടുംബമായി അങ്ങേ സേവിച്ചുകൊണ്ട് അങ്ങേ സേവിച്ചുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ നിത്യതയിലെ എത്തിച്ചേരുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടതായ കൃപ കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലെ നീ ചൊരിയുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെല്ലാം അങ്ങ് ആഗ്രഹിക്കുന്നതായ ആ പാതാവ് വരെ ഓടി അവസാനിക്കുവാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഇന്ന് വൽക്കാലം സഭയായിട്ട് കുടുംബങ്ങളായിട്ട് ഞങ്ങളെ തന്നെ വിട്ടുതരുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേലെ ചൊരിയുന്നതിനായി നന്ദി പറയുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ.